ഇന്ത്യ പോസ്റ്റിൻ്റെ കീഴിലേക്ക് GDS നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം 10ാം ക്ലാസ്സുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏകദേശം 44,000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലിസ്റ്റ് 1 വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ലിസ്റ്റ് 2 വന്നിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്ത് പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യുക. നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. സോ വന്നിട്ടുള്ള ലിസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. GDSിലേക്ക്, അതായത് ഗ്രാമീൺ തക് സേവക്കിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 44,000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ടായിരുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം 10ാം ക്ലാസ് ഉള്ളവരിൽ നിന്ന് ഈ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഫിസിക്കൽ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ വേറെ ഒരു കാര്യവും റിട്ടൺ എക്സാമിനേഷനോ ഒന്നുമില്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സെലക്ഷൻ. ഇതിൻ്റെ ലിസ്റ്റ് 1 വന്നത് നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. GDSൽ ഒരുപാട് ലിസ്റ്റുകൾ ഒരു വർഷം വരാറുണ്ട്. അപ്പോൾ മുൻപ് ഇതിൻ്റെ ലിസ്റ്റ് 1 നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ കേരള സർക്കിളിലുള്ള ലിസ്റ്റ് 2 ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ലിസ്റ്റ് 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലിസ്റ്റ് 2 ഇവിടെ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിസ്റ്റ് 2 ഡൗൺലോഡായി ലഭിക്കും. അപ്പോൾ ആ ലിസ്റ്റാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് മുൻപുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. GDSൻ്റെ കേരള സർക്കിളിൻ്റെ ലിസ്റ്റ് 2 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ ഡിവിഷനിൽ പോയിട്ട്, നിങ്ങൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിവിഷനിൽ പോയിട്ട്, ഇവിടെ പറയുന്ന ഡിവിഷനിൽ പോയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യണം. അത് ഓൺ ഓർ ബിഫോർ 3/10/2024 മുൻപായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിലോ അതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഷുഡ് റിപ്പോർട്ട് ഫോർ വെരിഫിക്കേഷൻ അലോങ് വിത്ത് ഒറിജിനൽ ആൻഡ് 2 സെറ്റ്സ് ഓഫ് കോപ്പീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ് പറയുന്നത്. അതായത് നിങ്ങൾ കൊണ്ടുപോകുന്ന എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസിൻ്റെയും 2 ഫോട്ടോ കോപ്പി എടുത്തിട്ട് അത് നിങ്ങൾ സ്വന്തം ഒപ്പിടണം. ഓഫ് ദി ഓൾ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ്, ആധാർ കാർഡ്, SSLC ബുക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ 2 കോപ്പി എടുക്കുക. എന്നിട്ട് അത് നിങ്ങൾ സ്വന്തം സാക്ഷ്യപ്പെടുത്തുക, സ്വന്തം ഒപ്പിടുക. എന്നിട്ട് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആലപ്പി ഡിവിഷനിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. OBC കാറ്റഗറിയിൽ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 95% മാർക്കുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട സ്ഥലമാണ് ആലപ്പി ഡിവിഷൻ കേരള. അവിടെ പോയിട്ടാണ് ഇദ്ദേഹം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടത്. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1467 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. വടകര ഡിവിഷൻ ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം കേരളത്തിലുള്ള എല്ലാ ഡിവിഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റുള്ള എല്ലാ ഡിവിഷൻസും ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കോഴിക്കോട് ഡിവിഷനും ബാക്കിയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എനിവേ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകാനും സാധിക്കുന്നതാണ്. 95 മാർക്ക്, 84 മാർക്ക്, അങ്ങനെ വിവിധ മാർക്കുള്ളവർക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉദ്യോഗാർത്ഥികളുടെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.